ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു റാഗി കൊഴുക്കട്ട എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ റാഗി കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് റാഗിപ്പൊടിയാണ്. 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ റാഗിപ്പൊടി എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പുണ്ട്. ഈ റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ആ റാഗിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടുന്നത് പോലെ നല്ലൊരു ഫ്ലേവർ വന്നു തുടങ്ങും. ആ ഒരു സമയം വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റോളം നമുക്കൊന്ന് വറുത്തെടുക്കാം. റാഗി കൊണ്ട് നമുക്ക് ഒരുപാട് റെസിപ്പികൾ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. റാഗി ഇഡ്ഡലി, റാഗി ദോശ, റാഗി പുട്ടൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കണം. നമ്മളിതിപ്പോൾ ഇങ്ങനെ ഒന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അത്രയും നേരം കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മാവെല്ലാം നന്നായിട്ടൊന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി വേണ്ടത് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടിയാണ്. നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ വേണം ചേർക്കാനായിട്ട്. തേങ്ങയുടെ അളവ് കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. തേങ്ങയും ചേർത്തിട്ട് വീണ്ടും നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. വീണ്ടും ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് വറുക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരെ തന്നെ മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. ഈ ഒരു കടായിൽ തന്നെ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കടായിയുടെ ചൂട് കൊണ്ട് അടിക്കുള്ളത് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ വേഗം തന്നെ ഒരു പ്ലേറ്റിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി അതേ കടായിലേക്ക് തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയും കൂടി നിലക്കടല, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് വീണ്ടും ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പും നമ്മുടെ കപ്പലിൻ്റെ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വറന്ന് കിട്ടണം, ഒന്ന് കളറ് മാറി കിട്ടണം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു നട്ട്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂവെങ്കിൽ ഒന്ന് തന്നെ ചേർക്കാം. എക്സ്ട്രാ കൂടുതൽ നട്ട്സ് ചേർക്കണം എന്നുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ്. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ നിലക്കടലയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ശർക്കര ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. 100 ഗ്രാം അളവിലാണ് ശർക്കര ഉള്ളത്. കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് കൂടുതൽ ശർക്കര എടുക്കാവുന്നതാണ്. 1/2 കപ്പ് അളവിൽ തന്നെ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ ശർക്കരയെല്ലാം നല്ല രീതിക്ക് ഒന്ന് ഉരുകി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ ആ ശർക്കര എല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് സമയത്ത് തിളപ്പിക്കണം എന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. കാരണം ശർക്കരയിൽ അത്യാവശ്യം പൊടിയും കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറാനായിട്ട് ഒന്ന് അരിച്ചുകൂടി ഒന്ന് എടുക്കാം. നമ്മുടെ വറുത്തെടുത്ത തേങ്ങയും റാഗിയെല്ലാം ഞാനിപ്പോൾ ഒരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ വറുത്ത് മാറ്റിയ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും. അപ്പോൾ അതിൻ്റെ നിലക്കടലയുടെ ആ പുറത്തുള്ള ആ തോടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ ഇനി വേണ്ടത് ഏലക്ക പൊടിച്ചതാണ്. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതല്ല ഇപ്പോൾ നമ്മുടെ അടുത്ത് പൊടിച്ച ഏലക്ക ഇല്ലയെന്നുണ്ടെങ്കിൽ 2 ഏലക്ക ഒന്ന് ചതച്ച് ചേർത്താലും മതിയാവും. കൂടെ ഒരു പിഞ്ച് അളവിൽ മാത്രം ഉപ്പും കൂടി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യും കൂടി ചേർക്കാവുന്നതാണ്. ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉപ്പും ഏലക്കാപ്പൊടിയൊക്കെ നല്ല രീതിക്കൊന്ന് മാവിലേക്ക് യോജിക്കുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശർക്കര പാനി കുറച്ചായിട്ട് ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മുറുക്കി നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുണ്ട പിടിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. നമ്മുടെ മാവെല്ലാം ഇതുപോലെ ഒന്ന് ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് 1 കപ്പ് അളവിൽ റാഗിപ്പൊടി എടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം വലിയ ഉരുളകളായിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും നേരെ പകുതിയായിട്ടുള്ള വേണമെന്നെങ്കിൽ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ആവിച്ചെമ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ആവിച്ചെമ്പിൽ ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ ആ തട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഒന്നുകിൽ ഈ തട്ടിൻ്റെ മുകളിലേക്ക് ഒരു അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വാഴയിലിട്ട് കൊടുത്താലും മതിയാവും. ഇതിന് മുകളിലായിട്ട് നമ്മൾ ഉരുളകളാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റാഗി കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ആവിയിൽ ഇങ്ങനെ വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്.
അത്രയും സമയം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഇതൊന്ന് ചെറുതായിട്ട് ചൂട് മാറിയിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കൊഴുക്കട്ടയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. മധുരം ചേർത്തും ചേർക്കാതെയൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലൊരു റാഗി കൊഴുക്കട്ട നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.